ഞങ്ങൾക്കൊരു 50 വർഷം തൊട്ട് കുരുമുളക് കൃഷിയുണ്ട്. അപ്പം നമ്മൾ കൊമ്പുവളവും CPP ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൊമ്പുവളമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. കൊമ്പുവളം വർഷത്തിൽ 2 തവണയാണ് ചെയ്യുന്നത്. CPP ഉണ്ടാക്കുന്നത് ചാണകവും പാറപ്പൊടി മുട്ടത്തോടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യും. ഏകദേശം 130 ഹെക്ടർ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. നമ്മുടെ വിവിധങ്ങളായ പദ്ധതികൾ, കുരുമുളക് കൃഷി വ്യാപനം, അതുപോലെ ഇഞ്ചി കൃഷി വ്യാപനം, ഇവയിലെല്ലാം നമ്മൾ കർഷകരെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. ജർമ്മൻ വിപണി കീഴടക്കി വഞ്ചിവയലിലെ ജൈവ കുരുമുളക്. ആധുനികതയുടെ ആഡംബരം തൊട്ടു തീണ്ടാത്ത ഈ മൺവഴികൾ ചെന്നെത്തുന്നത് ആഗോള വിപണിയിൽ വേരുറപ്പിച്ച ഒരു ആദിവാസി ഊരിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ വഞ്ചിവയൽ ആദിവാസി ഊരിലേക്ക്. മികച്ച ജൈവകൃഷി നടത്തുന്ന ആദിവാസി ഊരിനുള്ള സംസ്ഥാന കർഷക അവാർഡ് ലഭിച്ച വിഷം തീണ്ടാത്ത മണ്ണും വായുവുമുള്ള പുണ്യഭൂമിയിലേക്ക്. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ഈ ഊര് സ്ഥിതി ചെയ്യുന്നത്. കൃഷിയുടെ നന്മ വഴിയിലൂടെ ആഗോള ഭൂപടത്തിൽ ഇടം നേടിയ ഊരാണ് വഞ്ചിവയൽ ആദിവാസി ഊര്. ഊരാളി വിഭാഗത്തിൽപ്പെട്ട 73 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ വസിക്കുന്നത്. കൃഷി, വിശുദ്ധമായ വിളവൊരുക്കുന്ന ജൈവകൃഷിയാണ് ഇവരുടെ ഉപജീവനമാർഗം. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ കോഴി, കന്നുകാലി വളർത്തലൊന്നും ഇവിടെ സാധ്യമല്ലതാനും. ഇന്ന് വഞ്ചിവയലുകാർക്ക് കുരുമുളക് എന്നാൽ കറുത്ത പൊന്ന് തന്നെയാണ്. ഇവരുടെയെല്ലാം ജീവിത നിലവാരം ഉയർത്താൻ വരുമാനദായകമായ കറുത്ത പൊന്ന്. ഇത് രമണി. 3.5 ഏക്കറിൽ കുരുമുളകും കാപ്പിയും കൃഷി ചെയ്യുന്നു. സർട്ടിഫിക്കേഷനോടെ ജൈവ രീതിയിൽ ഇവർ കൃഷിയിറക്കുന്ന കുരുമുളകിൻ്റെയും കാപ്പിയുടെയും വിപണി ജർമ്മനിയാണ്. നേരത്തെ കുരുമുളക് കുറച്ച് സ്ഥലത്തെ കൃഷിയുള്ളായിരുന്നു. പിന്നെ ഈ കയറ്റുമതിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല വിലയൊക്കെ കിട്ടാൻ തുടങ്ങി. അന്നേരം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ച് ഇപ്പം 3.5 ഏക്കർ സ്ഥലത്തും കൃഷിയുണ്ട്. ഞങ്ങൾക്കൊരു 50 വർഷം തൊട്ട് കുരുമുളക് കൃഷിയുണ്ട്. അത് കുറച്ച് സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പുതിയ കൃഷിയാണ്. ഇത് 10 വർഷമായതേ ഉള്ളൂ. പിന്നെ ആദ്യം മുരിക്കി നടണം. മുരിക്കി നട്ടിട്ട് പിന്നെ വള്ളി നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ കൊടിയേന്ന് വള്ളി മുറിച്ച് നട്ട് അങ്ങനെ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച്. ഏലത്തിന് രാസവളം ഉപയോഗിക്കാതെ പറ്റത്തില്ല. രാസവളം ഉപയോഗിച്ചാലേ വിളവ് കിട്ടത്തുള്ളൂ, കൂടുതൽ വിളവ് ലഭിക്കുകയുള്ളൂ. അത് കാരണം കുരുമുളകാണ് കൃഷി ചെയ്യുന്നത്. കുരുമുളകിന് രാസവളത്തിൻ്റെ ആവശ്യമില്ല. ജൈവ രീതി കൃഷി ചെയ്തു. നേരത്തെ മുതൽ ജൈവ രീതി കൃഷി ചെയ്ത് പിന്നെ ഇത് ബയോഡൈനാമിക് ആക്കി ഇപ്പം. അപ്പം നമ്മൾ കൊമ്പുവളവും CPP ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൊമ്പുവളമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. മുളകിന് വലിപ്പവും അതുപോലെ ഗുണമേന്മയും കൂടുതലുണ്ട്. കഴിഞ്ഞ സീസണിൽ 1300 കിലോ കുരുമുളകാണ് രമണിയുടെ തോട്ടത്തിൽ നിന്നും വിറ്റഴിച്ചത്. 700 രൂപ നിരക്കിൽ 9 ലക്ഷം രൂപയാണ് ജൈവകൃഷിയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ചത്. ഇങ്ങനെ 113 ഹെക്ടറിൽ വിജയകരമായി ജൈവകൃഷി നടത്തി വിദേശ വിപണിയിൽ ഉത്പന്നങ്ങൾ വിറ്റഴിച്ച് മികച്ച വരുമാന സാധ്യതകൾ നേടുന്ന ഊരിലെ 139 അംഗങ്ങളിൽ ഒരാൾ മാത്രമാണ് രമണി. പരമ്പരാഗത കൃഷിയിൽ നിന്നും വ്യതിചലിച്ച് രാസകീടനാശിനികൾ അധികം ഉപയോഗിക്കേണ്ടി വരുന്ന ഏലം കൃഷിയിൽ മനം മടുത്ത ഊരു നിവാസികൾക്ക് രക്ഷയായത് വനം വകുപ്പും വഞ്ചിവയലിൽ രൂപീകൃതമായ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമാണ്. ഏകദേശം 130 ഹെക്ടർ സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തു വരുന്നത്. 2003 ഇവരുടെ കുരുമുളകിന് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ സാധിച്ചു. EDCയുടെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇവർ പാലിച്ചാണ് നിലവിൽ കൃഷി ചെയ്തു പോരുന്നത്. കൂടാതെ കൃഷിവകുപ്പിന്റെ അദമ്യമായ പിന്തുണയും ഇവരുടെ ജൈവകൃഷി പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു.
കൃഷിവകുപ്പ് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇവർക്ക് നൽകി വരുന്നത്. നമ്മുടെ വിവിധങ്ങളായ പദ്ധതികൾ, കുരുമുളക് കൃഷി വ്യാപനം, അതുപോലെ ഇഞ്ചി കൃഷി വ്യാപനം, ഇവയിലെല്ലാം നമ്മൾ കർഷകരെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. കൂടാതെ നമ്മൾ ജൈവ കൃഷിക്കായിട്ടുള്ള അവാർഡിനായിട്ട് നോമിനേറ്റ് ചെയ്തതും നമ്മുടെ കൃഷിഭവനിൽ നിന്ന് തന്നെയാണ്. അവരുടെ ഫീൽഡ് വെരിഫിക്കേഷനിൽ നല്ല രീതിയിൽ അവർ ചെയ്യുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് നമുക്ക് 2ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത്. വളരെ മികച്ച രീതിയിൽ ജൈവ രീതിയിലുള്ള കൃഷികൾ ചെയ്തു വരുന്നതാണ് ഇവിടുത്തെ കർഷകർ. അതിനാൽ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു വിപണി കണ്ടെത്താനും അതുപോലെ ഇവർക്ക് അതിനനുസരിച്ചുള്ള ഒരു വരുമാനം ലഭിക്കാനും എല്ലാം ഇതുവഴി സാധിച്ചു. പരമ്പരാഗത കൃഷിയിൽ നേരിട്ട ദുരിതങ്ങൾക്ക് അറുതി വരുത്താനുള്ള മാർഗമായാണ് ഇവർ ജൈവ കൃഷിയെ സ്വീകരിച്ചത്. വെറും ജൈവ രീതിയിലുള്ള കൃഷി മാത്രം പോരാ, ജൈവ സർട്ടിഫിക്കേഷനുള്ള കൃഷിയിലൂടെ മാത്രമേ മികച്ച വരുമാനം സാധ്യമാകൂ. ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം ഊരുനിവാസികൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തോട് ചേർക്കുകയായിരുന്നു. പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത ജൈവ കൃഷി പ്രവർത്തനങ്ങളിലൂടെയും കൃത്യമായ പരിശീലനങ്ങളിലൂടെയുമാണ് തിരുവല്ല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാക്കോൺ ക്വാളിറ്റി സർട്ടിഫിക്കേഷന്റെ ജൈവ സാക്ഷ്യപത്രം 2003 ഇവർ നേടിയെടുത്തത്. പിന്നെ വഞ്ചിവയൽ നിവാസികൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. തൊടികളിൽ വിളഞ്ഞു തുടുത്ത മിനുത്ത കുരുമുളക് മണികൾ ഈ മൺവഴികളിലൂടെ പറന്നെത്തിയത് ജർമ്മൻ നഗരങ്ങളിലെ തീന്മേശയിലേക്ക്. വിളവെടുക്കുന്ന കുരുമുളക് മണികൾ EDC ഓഫീസിലെത്തിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ഇവർ അറിയേണ്ടതില്ല. വിപണി വിലയേക്കാൾ 30% അധികം വില ഊരുനിവാസികളുടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും. ജൈവ സാക്ഷ്യപത്രത്തിൽ നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇവിടുത്തെ കൃഷിപ്പണികളെല്ലാം. ഇടപ്പണികളും നടീലുമെല്ലാം പരമ്പരാഗത രീതിയിലെങ്കിൽ വളപ്രയോഗവും രോഗകീട പരിപാലനവും ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. ബയോഡൈനാമിക് രീതിയിലുള്ള കൊമ്പുവളവും CPPയുമാണ് പ്രധാന വളങ്ങൾ. കൊമ്പുവളം വർഷത്തിൽ 2 തവണയാണ് ചെയ്യുന്നത്. കൊമ്പുവളം ഉണ്ടാക്കുന്നത് പശുവിൻ്റെ കൊമ്പ് എടുത്തിട്ട് ആ കൊമ്പിനകത്ത് ചാണകം നിറച്ച് പിന്നെ ചതുരത്തിലുള്ള കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് കുഴിച്ചിട്ടിട്ട് 6 മാസം നനയാതിട്ടിട്ട് 6 മാസം കഴിഞ്ഞ് അത് എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കലക്കി, അത് കലക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. പിന്നെ 1 മണിക്കൂർ കലക്കണം. അത് പിന്നെ കൂട്ടായിട്ടിപ്പോൾ 10 പേരാ വളം തളിക്കുന്നെങ്കിൽ ആ 10 വീട്ടുകാരും വന്നിട്ട് എത്ര സ്ഥലമുണ്ടോ അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം ഒരു ഏക്കറിന് 3.5 ലിറ്റർ വെള്ളമോ അങ്ങനെ എത്ര ഏക്കർ സ്ഥലത്താണോ തളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും വെള്ളം വലിയ ജാറിലെടുത്തിട്ട് ആ ജാറിൽ കൊമ്പുവളം ഇട്ടിട്ട് പിന്നെ നമ്മൾ 3 മിനിറ്റ് ഇങ്ങനെ 3 മിനിറ്റ് തിരിച്ചും കറക്കണം. അങ്ങനെ 60 മിനിറ്റ് മാറി മാറി കലക്കിയിട്ട് പിന്നെ നമ്മൾ ഓരോ കൊടിക്കും തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വിളവെടുക്കുന്നതിന് മുമ്പേയും പിന്നെ തിരിയിടുന്ന സമയത്തും. 1 ഏക്കറിലേക്ക് 4 കൊമ്പ് മതി. CPP ഉണ്ടാക്കുന്നത് ചാണകവും പാറപ്പൊടിയും മുട്ടത്തോടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ചതുരത്തിലുള്ള കുഴി എടുത്തിട്ട് കുഴിക്ക് ചുറ്റിന് ഇഷ്ടിക കെട്ടിയിട്ട് മണ്ണുമായിട്ട് സമ്പർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇഷ്ടിക കെട്ടി തിരിച്ചിട്ട് ആ കുഴിക്കകത്ത് നമ്മൾ നല്ലപോലെ മിക്സാക്കിയ ചാണകവും പാറപ്പൊടിയും മുട്ടത്തോടും കൂടെ മിക്സാക്കിയത് നമ്മൾ ഇതിനകത്ത് ഇടും. 501, 502, 503, 504, 505 എന്ന് പറയുന്ന 5 മരുന്നും കൂടെ ഉണ്ട്. ആ മരുന്ന് സൗരയൂഥത്തിൻ്റെ ആകൃതി, മരുന്നല്ല വളം, അത് സൗരയൂഥത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ ഈ ഇട്ട ആ കുഴിയിൽ പിന്നെ ചാണകം ഉണ്ടയാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ട് ഇടും. അതിനകത്ത് മൂടിയിടും. മൂടിയിട്ടിട്ട് ഒരു ചാക്കിട്ട് അത് മൂടിയിട്ട് അതിന് മേളിൽ ഒരു 507 എന്ന് പറയുന്ന ഒരു വളം, അത് ശകലം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തളിച്ചിട്ട് ഇത് 6 മാസം ഇങ്ങനെ ഇട്ടേക്കും. ഓരോ മാസവും ഇത് ഇളക്കി കൊടുക്കും. എന്നിട്ട് 6 മാസം ആകുമ്പോൾ ഉപയോഗിക്കാറാവും.
അന്നേരം അതെടുത്ത് നമ്മൾ ഇതുപോലെ തടിപ്പെട്ടിക്കകത്ത് മംഗലത്തിനകത്ത് എടുത്തു വെച്ചിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് പിന്നെ ജാറിനകത്ത് വെള്ളം എടുത്ത് പിന്നെ കലക്കി അത് ഒരു മണിക്കൂർ കലക്കണം. കുരുമുളകിനൊപ്പം കാപ്പിയുമാണ് ഇവിടുത്തെ പ്രധാന വിളകൾ. ഇത്തരത്തിലുള്ള മികച്ച രീതിയിലുള്ള കൃഷിയും വിപണിയും നേടിയെടുത്തതിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2022 വർഷത്തെ മികച്ച ജൈവ കൃഷി നടത്തുന്ന ഊരിനുള്ള 2ാം സ്ഥാനം ലഭിച്ചത്. ജൈവ ഉത്പന്നങ്ങൾക്ക് വിപണിയില്ല, വിലയില്ല, ജൈവ സാക്ഷ്യപത്രം നേടുന്നതിനുള്ള ഭീമമായ ചെലവ്, ഇതൊക്കെ ജൈവ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. എന്നാൽ അടുക്കും ചിട്ടയോടുമുള്ള പ്രവർത്തനങ്ങളിലൂടെ മികച്ച വിപണിയും വിലയും നേടിയെടുക്കാമെന്നാണ് വഞ്ചിവയൽ ആദിവാസി ഊരുകാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും എന്ന കവിവാക്യം എത്ര അന്വർത്ഥമാണ്. ഇന്നും കേരളത്തിൻ്റെ സുഗന്ധവും രുചിയും ലോകം മുഴുവൻ പ്രിയപ്പെട്ടതാണ്. ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വഞ്ചിവയൽ ആദിവാസി ഊരിലെ വിജയഭേരി നമുക്കും ചേർന്നു പാടാം. കൂടുതൽ വിവരങ്ങൾക്ക് 9446828178 എന്ന നമ്പറിൽ ബന്ധപ്പെടാം.